Good morning to all of you. Today we are going to talk about effects on profits due to the items causing difference. ഫിനാൻഷ്യൽ പ്രോഫിറ്റും കോസ്റ്റിംഗ് പ്രോഫിറ്റും വ്യത്യാസപ്പെടുന്നതിനുള്ള വ്യത്യസ്തമായ കാരണങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുക. Purely financial charges. ഫിനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. അങ്ങനെയുള്ള ഒരു എക്സ്പെൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും, എന്നാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതൽ ആയിരിക്കും. പ്യുവർലി ഫൈനാൻഷ്യൽ ഇൻകംസ്. ഫൈനാൻഷ്യൽ ഇൻകം ആയതുകൊണ്ട് അത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. ആയതിനാൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, എന്നാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ ആ ഇൻകം കോസ്റ്റ് അക്കൗണ്ട്സിൽ ആ ഇൻകം വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് ഉള്ള അപ്രോപ്രിയേഷൻസ് നടക്കുക ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിലാണ്. അങ്ങനെ അപ്രോപ്രിയേഷന് ശേഷമുള്ള പ്രോഫിറ്റാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള അപ്രോപ്രിയേഷൻസ് കോസ്റ്റ് അക്കൗണ്ട്സിൽ വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതൽ ആയിരിക്കും. ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ഓൺലി. നോഷണൽ ചാർജസ് പോലുള്ള ഐറ്റംസ് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രമാണ് വരിക. ആയതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഡിഫറൻസ് ഇൻ സ്റ്റോക്ക് വാല്യുവേഷൻ. ഇവിടെ രണ്ട് തരത്തിലുള്ള സ്റ്റോക്കാണ്, ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും. സാധാരണഗതിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് കുറവുമായിരിക്കും. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കൂടുതലാണെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, എന്നാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കോസ്റ്റ് അക്കൗണ്ട്സിൽ കൂടുതലാണെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും, ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവുമായിരിക്കും. അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് overheads. ഓവർഹെഡ് അബ്സോർബ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിൽ കുറവാണെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. എന്നാൽ ഓവർഹെഡ് അബ്സോർബ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിൽ കൂടുതലാണെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവുമായിരിക്കും.
Difference in depreciation. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മാത്രമാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് കുറവായിരിക്കും. ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ പ്രോഫിറ്റ് കുറവായിരിക്കും, കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അബ്നോർമൽ ലോസസ് ആൻഡ് ഗെയിൻസ്. അബ്നോർമൽ ലോസ് ചാർജ് ചെയ്തിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് അബ്നോർമൽ ഗെയിൻ കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രമാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും, ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. പ്രൊസീജിയർ ഓഫ് റിക്കൺസിലിയേഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൽ എത്തിച്ചേരുക. അതുപോലെ തന്നെ ലോസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ലോസിൽ ആരംഭിച്ച് മറ്റൊരു ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ലോസിൽ എത്തിച്ചേരുക എന്നുള്ള രീതിയിലാണ്. അത് 4 രീതികളിലാകാം. ഒന്ന്, കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ആരംഭിച്ച് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ എത്തിച്ചേരുക. 2, ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും ആരംഭിച്ച് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ എത്തിച്ചേരുക. 3, ലോസിൻ്റെ കേസിലാണെങ്കിൽ കോസ്റ്റിംഗ് ലോസിൽ നിന്നും ആരംഭിച്ച് ഫൈനാൻഷ്യൽ ലോസിൽ എത്തിച്ചേരുക. 4, ഫൈനാൻഷ്യൽ ലോസിൽ നിന്നും ആരംഭിച്ച് കോസ്റ്റിംഗ് ലോസിൽ എത്തിച്ചേരുക. റിക്കൺസിലിയേഷൻ്റെ ആദ്യത്തെ മെത്തേഡ് പ്രതിപാദിക്കുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ആരംഭിച്ച് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഐറ്റം മൂലം കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞു നിൽക്കുന്ന കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ആ ഐറ്റം ആഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഏതെങ്കിലും ഒരു ഐറ്റം മൂലം കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. നമ്മൾ കൂടി നിൽക്കുന്ന കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുറഞ്ഞ
ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ പ്രസ്തുത ഐറ്റംസ് കുറയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. ആയതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ആരംഭിക്കുമ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസാണ് ലെസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു ഐറ്റം മൂലം കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ആ ഐറ്റം ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യേണ്ട ഏതാനും ഐറ്റംസാണ് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുക. ഇൻകം ക്രെഡിറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി. ഒരു ഇൻകം ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രമാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. കാരണം കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ ആ ഇൻകം വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞാണ് നിൽക്കുന്നത്, ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടിയുമാണ് നിൽക്കുക. അതുകൊണ്ട് കുറഞ്ഞു നിൽക്കുന്ന കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യണം. അടുത്തത് നോഷണൽ ചാർജസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട് ഓൺലി. നോഷണൽ ചാർജ് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രമാണ് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം വരുന്ന ഐറ്റമാണ്. ആയതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. ഈ ഐറ്റം ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നില്ലാത്തതിനാൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഐറ്റം കൊണ്ട് കുറഞ്ഞു നിൽക്കുന്ന കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യേണ്ടത് ആണ്. ഈ രീതിയിലാണ് തുടർന്നുള്ള ഐറ്റംസും നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ. കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞാണ് ആ ഐറ്റത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതെങ്കിൽ കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ അത് ആഡ് ചെയ്യണം. ഇനി ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റത്തെ പറ്റി നമുക്കൊന്ന് പരിഗണിക്കാം. ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ചാർജ്ഡ് ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം ചാർജ് ചെയ്യപ്പെടേണ്ട എക്സ്പെൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം അതൊരു എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഒരു അക്കൗണ്ടിൽ എക്സ്പെൻസ് നമ്മളവിടെ അത് ഡെബിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ പ്രോഫിറ്റ് കൺസേൺഡ് അക്കൗണ്ടിൽ എക്സ്പെൻസ് മാത്രം ചാർജ് ചെയ്തതുകൊണ്ട് പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഈ ഒരു എക്സ്പെൻസ് പ്യുവർലി ഫിനാൻഷ്യൽ ചാർജ് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ P&L മാത്രം ചാർജ് ചെയ്യുന്നത് കൊണ്ട് അത് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. എന്നാൽ അത് കോസ്റ്റ് അക്കൗണ്ട്സിൽ വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആയതിനാൽ ഇവിടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണ്. നമ്മൾ കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ കൂടിയ ഈ ഒരു ഐറ്റം കൊണ്ട് കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ്
അത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. കാരണം കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഒരു ഐറ്റം കൊണ്ട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പോൾ കൂടി നിൽക്കുന്ന കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ നമ്മൾ ആ ഐറ്റം ഡിഡക്റ്റ് ചെയ്യണം. ആ രീതിയിലാണ് തുടർന്നുള്ള ഐറ്റംസും വരിക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ ഐറ്റംസ് ഒന്ന് പരിചയപ്പെടുക. തുടർന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഐറ്റംസ് കൂടുതൽ പരിചയപ്പെടാവുന്നതുമാണ്. ഇപ്പോൾ പറഞ്ഞ ആ ഒരു ലോജിക്ക് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക. പ്രൊഫോമ ഓഫ് എ പ്രോഫിറ്റ് ഓർ ലോസ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ഓർ ലോസ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മാതൃകയാണ് നൽകിയിരിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒന്നാമത്തെ മെത്തേഡ് അനുസരിച്ച് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ആരംഭിച്ച് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തുന്ന രീതിയിലാണ് എങ്കിൽ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ ആരംഭിക്കുക. ആ എമൗണ്ട് എത്രയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ടാകും. ആ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ എമൗണ്ട് ഔട്ടർ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. തുടർന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതിനുശേഷം പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്യുക. തുടർന്ന് അതിൻ്റെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. അതായിരിക്കും പ്രോഫിറ്റ് ആസ് പെർ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുക. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് നൽകിയിരിക്കും. പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് ആയിരിക്കണം നമുക്ക് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആയിട്ട് ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ലഭിക്കേണ്ടത്. ഇന്നത്തെ അസൈൻമെൻ്റായിട്ട് ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ആരംഭിച്ചിട്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ആയതിനാൽ പ്രോഫിറ്റിൽ ചേഞ്ച് വരുന്നതിന് കാരണമായ ഐറ്റംസ് ഏതാണെന്ന് തിരിച്ചറിയുക. അതോടൊപ്പം കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ആരംഭിച്ച് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ എത്തുന്ന ആ മെത്തേഡ് അനുസരിച്ച് കോസ്റ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത്, കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും എന്തൊക്കെ ഐറ്റംസ് ആണ് ലെസ് ചെയ്യേണ്ടത് എന്നുള്ളത് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. ആ ഓരോ ഐറ്റംസും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.